ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിലെ പൊളിറ്റിക്കൽ സയൻസ് കോംപ്ലിമെൻ്ററി ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ പേപ്പറിൻ്റെ പേരെന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് എന്നാണ്. ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് ആണ് നമ്മുടെ രണ്ടാമത്തെ സെമസ്റ്ററിലെ പേപ്പറിൻ്റെ പേര്. അപ്പോൾ അതിൽ ആദ്യത്തെ മൊഡ്യൂളുകളെല്ലാം ഞാൻ അല്ലാതെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കാം. ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ധാരാളം സവിശേഷതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ വിശദമായി തന്നെ നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കേണ്ടതുണ്ട്. പ്രധാന കാരണം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് മിക്കവാറും ഒന്നിടവിട്ടുള്ള വർഷങ്ങളിലെങ്കിലും ഈ സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട്. So you have to give much stress on this topic. So the first topic is salient features of the Indian Constitution. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഒരു ഭരണഘടന എന്നുള്ളതിലേക്ക് പോകാം. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രത്തിന് എന്തുമാത്രം പ്രാധാന്യമുള്ളൊരു ഡോക്യുമെൻ്റാണ്. സോ എവറി കോൺസ്റ്റിറ്റ്യൂഷൻ എയിംസ് ടു build up a political structure based upon certain principles and ideologies. ലോകത്തുള്ള മിക്കവാറും എല്ലാ എഴുതപ്പെട്ട ഭരണഘടനകളുടെയും ഒരു പ്രത്യേകത അതൊരു ഫിലോസഫിക്കൽ ഡോക്യുമെൻ്റ് ആയിരിക്കും. ആ രാഷ്ട്രത്തിനെ നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള അതിൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ അർത്ഥത്തിലാണ് നമ്മളിവിടെ പറയുന്നത് ഇറ്റ് ബിൽഡ്സ് എ പൊളിറ്റിക്കൽ സ്ട്രക്ചർ based upon certain principles and ideologies. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നമ്മൾ അനുവർത്തിക്കുന്ന ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും കൃത്യമായി സ്പെസിഫൈ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറാണ് യഥാർത്ഥത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്യുമെൻറ്റിലുള്ളത് അന്ന് ഭരണഘടന എഴുതിയ കാലത്ത് ഭരണഘടനയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരുന്ന വ്യക്തികളുടെ ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളുമായിരിക്കും മിക്കവാറും അതിൽ പ്രതിഫലിക്കുന്നത്. പക്ഷേ കാലാകാലങ്ങളിൽ ചില മാറ്റങ്ങൾ അതിൽ വരും. അതിനെയാണ് നമ്മൾ അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഭേദഗതികൾ. കാരണം ഭരണഘടനയെ കാലാനുസൃതമായി നമുക്ക് ഭേദഗതി ചെയ്യാൻ പറ്റണം. അപ്പോൾ ഭേദഗതി ചെയ്യുമ്പോൾ പിൽക്കാലത്തുള്ള ഭരണാധികാരികളുടെയും പിൽക്കാലത്തുള്ള ആ ലെജിസ്ലേച്ചറിൻ്റെയും ഒക്കെ ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും കൂടി ഈ പറയുന്ന ഭരണഘടനയിൽ വന്നു ചേരും. അത് ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. ഇപ്പോൾ ലോകത്തുള്ള എല്ലാ ഭരണഘടനകളിലും ഈ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. സോ എനിവേ, ഭരണഘടനയെ മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ ഇറ്റ് എയിംസ് ടു ബിൽഡ് എ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ബേസ്ഡ് അപ്പോൺ സർട്ടൺ പ്രിൻസിപ്പിൾസ് ആൻഡ് ഐഡിയോളജീസ്. ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്. നമ്മുടെ ഭരണഘടന ഈ പറയുന്നത് പോലെ വ്യതിരിക്തമായ ചില ഫീച്ചേഴ്സ് ഉൾക്കൊണ്ടതാണ്. ആൻഡ് ദ തിയറി, philosophy, ideology of the constitution is influenced by the ideological background of the and the philosophical knowledge of the members who participated in the framing of the constitution അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി അന്നൊരു ഭരണഘടനാ അസംബ്ലി ഉണ്ടാക്കിയിരുന്നു. ഈ ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ, അതിനകത്ത് 15 സ്ത്രീകൾ ഉൾപ്പെടെ ഏതാണ്ട് 300ഓളം അംഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഭരണഘടന എഴുതിയുണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഭരണഘടന എഴുതിയുണ്ടാക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടായിരുന്ന നേരത്തെ പറഞ്ഞ പ്രത്യയശാസ്ത്രങ്ങൾ, അവരുടെ ഫിലോസഫീസ്, അതെല്ലാം കൃത്യമായി ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ പലതരത്തിലുള്ള ഐഡിയോളജീസ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐഡിയോളജിക്കൽ ഗ്രൂപ്പ് റെപ്രസെൻറ്റഡ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വെയർ ദ സോഷ്യലിസ്റ്റ്. അപ്പോൾ അന്നുണ്ടായിരുന്നതിൽ ധാരാളമായിട്ട് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവർക്ക് സോഷ്യലിസ്റ്റ് ആശയങ്ങളോടായിരുന്നു കൂടുതൽ അടുപ്പം. അതുകൊണ്ട് തന്നെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുള്ള കുറേ പേരുണ്ടായിരുന്നു. അതേപോലെ ഗാന്ധിയൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം റൈറ്റിസ്റ്റ്, അതുപോലെ തന്നെ ലെഫ്റ്റിസ്റ്റ്. ഈ ആശയങ്ങളെല്ലാം തന്നെ അതിനകത്ത് കൃത്യമായി സമ്മേളിച്ചിരുന്നതിനാൽ ഇവരുടെ എല്ലാവരുടെയും ആശയ പ്രത്യയശാസ്ത്രങ്ങളുടെ ഒരു റിഫ്ലക്ഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ആൻഡ് നമുക്കിനി ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യയശാസ്ത്രം എന്താണെന്ന് ചോദിച്ചാൽ ദ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ്സ് വെയർ ഡിവൈഡഡ് ഇൻടു ടു, മാർക്സിയൻ സോഷ്യലിസ്റ്റ് ആൻഡ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ്. ഈ രണ്ട് വിഭാഗം അതിനകത്തുണ്ടായിരുന്നു. കാരണം മാർക്സിയൻ സോഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് തീവ്രമായ ഇടതുപക്ഷ ആശയങ്ങളുള്ളവരാണ്. അപ്പോൾ അവരുടെ തീവ്ര ഇടതുപക്ഷ ആശയങ്ങളും അതേപോലെ തന്നെ ജനാധിപത്യപരമായ സോഷ്യലിസത്തിലേക്ക് എത്താം എന്നുള്ള ആശയമുള്ളവരും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ
ഒന്നാം സെമസ്റ്ററിൽ നമ്മൾ ഐഡിയോളജി പഠിച്ചപ്പോൾ അതിനകത്ത് മാർക്സിസവും അതുപോലെ തന്നെ ഗാന്ധിസവും പഠിച്ചിരുന്നു. ഈ രണ്ടും രണ്ട് എക്സ്ട്രീംസ് ആണ്, അന്ന് ഞാൻ പറഞ്ഞതാണ്. കാരണം രണ്ടുപേരുടെയും മീൻസ് എന്ന് പറയുന്നത് ബോത്ത് ഓഫ് ദം ആർ ഗോയിങ് ത്രൂ ഡിഫറെൻറ്റ് വേസ്. മാർക്സ് എന്ന് പറയുന്നത് ഒരു റവല്യൂഷണറി ഐഡിയോളജിയിലൂടെ അല്ലെങ്കിൽ റവല്യൂഷണറി മീൻസിലൂടെ സോഷ്യലിസ്റ്റിലേക്ക് എത്താമെന്ന് വിശ്വസിച്ച ആളാണ്. ഗാന്ധി എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആശയങ്ങളിലൂടെ സോഷ്യലിസ്റ്റ് ആശയത്തിലെത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ രണ്ട് ആശയങ്ങളുടെയും സമ്മേളനം യഥാർത്ഥത്തിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്തുണ്ട്. അതുപോലെ തന്നെ ദ റൈറ്റിസ്റ്റ് ഗ്രൂപ്പ്സ് സപ്പോർട്ടഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ബൂർഷ്വാ ആൻഡ് ലാൻഡഡ് ക്ലാസ്. അതുകൊണ്ട് കാരണം അന്നത്തെ ഇന്ത്യയുടെ ഒരു സോഷ്യോ എക്കണോമിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം വലിയ സമ്പത്തുള്ളവരും അല്ലെങ്കിൽ സമ്പത്ത് കുന്നുകൂട്ടി വെച്ചിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെ പ്രതിനിധീകരിക്കുന്നവരെല്ലാം അന്ന് അവിടെ പങ്കുവച്ച ആശയം എന്ന് പറയുന്നത് ഈ വലിയ സമ്പത്തുള്ളവരുടെ കൺസേൺസ് ആണ്. അപ്പോൾ സമ്പത്തുള്ളവരുടെ ആ കൺസേൺസ് നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് അവരുടെ ഭാഗത്തുനിന്നും ആൾക്കാരുണ്ടായിരുന്നു. So they were also represented in the constitution. So the Gandhians criticized the capitalist mode of production. അന്നുണ്ടായിരുന്ന ഗാന്ധിയൻസിനെ അല്ലെങ്കിൽ ഗാന്ധിയൻ ആശയവാദികൾ അതിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെയുള്ള ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ലാതാവണം, അല്ലെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥയിലൂടെയുള്ള ഉൽപ്പാദനം ഇല്ലാതാകണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിന് തക്കവണ്ണമുള്ള ഒരു എൻലിസ്റ്റിംഗ് ആണ് അവർ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തണമെന്ന് അഭിപ്രായപ്പെട്ടത്. So they wanted the renewal and promotion of village and small scale industries. അപ്പോൾ അവർ മുന്നോട്ട് വെച്ചത് ഗാന്ധിയുടെ ആശയങ്ങളാണ്. ഗാന്ധിയുടെ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ബിഗ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ലാർജർ ഇൻഡസ്ട്രീസിനെ ഒഴിവാക്കിക്കൊണ്ട് കുടിൽ വ്യവസായവും അതുപോലെ തന്നെ ചെറിയ സ്കെയിലുള്ള ഉൽപ്പാദനവും മാത്രമാക്കി കഴിഞ്ഞാൽ അത് ഗ്രാമങ്ങളെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യും, അതുപോലെ തന്നെ ജനങ്ങളിൽ കൂടുതൽ സ്വാശ്രയബോധം ഉണ്ടാക്കും എന്നൊക്കെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന ഭരണഘടനയുടെ നിർമ്മാണ വേളയിൽ ആ കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുത്തത്. ഇൻ ദ പൊളിറ്റിക്കൽ ഫീൽഡ് ദേ പ്രപ്പോസ്ഡ് എ ഡീസെൻട്രലൈസ്ഡ് ഡെമോക്രസി. അവർ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറഞ്ഞാൽ 100% വികേന്ദ്രീകൃതമായ ഒരു ഭരണവ്യവസ്ഥയായിരിക്കണം, അല്ലെങ്കിൽ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികളും ഉൾപ്പെടെയുള്ള അർബനൈസ്ഡ് ആൻഡ് ലോക്കലൈസ്ഡ്. അന്ന് പിന്നെ കൂടുതലായിട്ടുള്ള ഒരു അർബനൈസ്ഡ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് വില്ലേജസിന് ഓട്ടോണമി കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കണം, അല്ലാതെ കേന്ദ്രീകൃതമാകരുതെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു ആശയത്തെ അന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാനന്ന് കഴിഞ്ഞ തവണ അത് പറഞ്ഞതാണ്. കാരണം അത് പിന്നീട് പ്രാവർത്തികമാക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ കാലം കഴിഞ്ഞ് 1992 72-73 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഈ വികേന്ദ്രീകൃത ഭരണ സംവിധാനം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അതുവരെയും അത് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റ് പോളിസിയിൽ ഇങ്ങനെ നിൽക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എനിവേ ആ ഒരു പ്രപ്പോസലിനെ ഭരണഘടനയിൽ അംഗീകരിക്കാനായിട്ട് ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ആൻഡ് all these ideologies have some influence on the constitution. ഈ പറഞ്ഞതുപോലെ മുഴുവൻ ഈ പറയുന്ന ഓരോന്നും ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഭരണഘടന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെ ആശയങ്ങളുടെ ഏതെങ്കിലും ഒരു ട്രേസസ് നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് പറ്റും. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് took place under the British and retaining the basic precepts of the Government of India Act 1935. കൂടാതെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു രൂപം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ അവരുടെ പാർലമെൻറ്റിൽ ഉണ്ടാക്കിയ കുറേ ആക്ടുകളാണ്. അതായത് 1909 ആക്ട്, 1919 ആക്ട്, 1935 ആക്ട്, ലാസ്റ്റ് 1947 ആക്ട്. ഈ ആക്ടുകളുടെയൊക്കെ അന്തസത്ത കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. സോ ഡോക്ടർ സുഭാഷ് കശ്യപിൻ്റെ ഒരു കോട്ടാണ്, ദാറ്റ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് മോസ്റ്റ് കോംപ്രിഹെൻസീവ് ഡോക്യുമെന്റ്. ഇന്ത്യൻ ഭരണഘടനയെ അറ്റ് ദ ഔട്ട്സെറ്റ് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സമഗ്രമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒറ്റ പഴുതുകളും വരാൻ പാടില്ലെന്നാണ് അന്ന് ഫ്രെയിമേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിൽ വിചാരിച്ചത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് വി വിൽ ഹാവ് ടു ഇൻക്ലൂഡ് ഈച്ച് ആൻഡ് എവറി മൈക്രോ ഇൻസിഡൻസ് ആൻഡ് മൈക്രോ എലമെൻറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അവർ മനസ്സുകൊണ്ട് ധരിച്ചത്. സോ ഇറ്റ് ഈസ് ബ്ലെൻഡഡ് of the rigid and flexible, federal and unitary, and presidential and parliamentary. അപ്പോൾ അന്ന് ഈ ഫ്രെയിമേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുൻപിൽ ധാരാളം ഭരണഘടനകൾ മോഡലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭരണഘടനകളിലൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളുടെ ഒരു ബ്ലെൻഡ് അല്ലെങ്കിൽ ഒരു മധ്യസ്ഥായിയാണ് അവരെല്ലാവരും സ്വീകരിച്ചത്. ഉദാഹരണത്തിന് പൂർണ്ണമായും റിജിഡായിട്ടുള്ള ഒരു ഭരണഘടനയല്ല, പൂർണ്ണമായും ഫ്ലെക്സിബിളുമല്ല, രണ്ടിൻ്റെയും മധ്യത്തിൽ നിൽക്കും. എന്ന് പറഞ്ഞാൽ ഭരണഘടന കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ഭേദഗതി ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നും കൂടുതൽ എളുപ്പത്തിലും ഭേദഗതി ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ഭേദഗതി ചെയ്യാൻ പാടാണ് എന്നും പറയാൻ പറ്റില്ല. രണ്ടിൻ്റെയും മധ്യമായിരുന്നു അതിൻ്റെ ഒരു സ്ഥാനം.
അതുപോലെ തന്നെ അത് ഫെഡറലും അല്ല, യൂണിറ്ററിയും അല്ല, അതിൻ്റെയും രണ്ടിൻ്റെയും മധ്യത്താണ്. ഈ സംസ്ഥാനങ്ങൾക്ക് അധികാരം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്രത്തിൻ്റെ ഒരു ഡോമിനൻസ് അതിനകത്ത് അവർ കീപ്പ് ചെയ്തു. ആൻഡ് പ്രസിഡൻഷ്യലാണോ പാർലമെൻ്ററി ആണോ എന്ന് ചോദിച്ചാൽ അതിലും വ്യത്യാസം. കാരണം നമ്മൾ പ്രസിഡന്റിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഒരു പാർലമെൻ്ററി സംവിധാനം കൊണ്ടുവന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു പ്രോപ്പർ ഓർ ഹാർമോണിയസ് ബ്ലെൻഡിങ് ഓഫ് ഹോൾ ഐഡിയാസ് ആൻഡ് ഹോൾ എലമെൻറ്റ്സ് വെയർ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇറ്റ് അറ്റംപ്റ്റ്സ് എ ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് സോഷ്യോ ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ഒരേ സമയം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഫണ്ടമെൻ്റൽ റൈറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്യാരണ്ടി ദാറ്റ് ദ പീപ്പിൾ വിൽ ബി പ്രൊവൈഡഡ് വിത്ത് സർട്ടൺ റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ് എന്നുള്ളതാണ്. പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുമ്പോഴത്തേക്ക് അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഓരോ വ്യക്തിയുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ള കുറേ മെഷേഴ്സും അതിനകത്ത് ലിസ്റ്റ് ചെയ്യാനായിട്ട് അവർ ശ്രദ്ധിച്ചു. സോ ഇറ്റ് വാല്യൂസ് ദ സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. ഇന്ത്യയുടെ ഡിഫൻസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷ അവരൊരു പ്രശ്നമായിട്ട് തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തി. ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ് വയ മീഡിയ ബിറ്റ്വീൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പാർലമെൻ്ററി സോവറിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രമസി. ഇനി പാർലമെൻറ്റിന് അത് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പാർലമെൻറ്റിൻ്റെ അധികാരം നിലനിർത്തുന്നു എന്നുള്ളിടത്താണ് നമ്മൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത്. അതേസമയം ജുഡീഷ്യൽ സുപ്രമസി ആകുമ്പോഴത്തേക്ക് അതിനെ ഡ്യൂ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂ പ്രോസസ്സ് സാധാരണ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിളാണ്. അവിടെ കോടതികൾക്കാണ് പ്രാമുഖ്യമെന്ന് ഞാനെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ പാർലമെൻറ്റിന് പ്രാമുഖ്യം കൊടുക്കുമ്പോൾ തന്നെ കോടതികൾക്ക് പരിമിതമായെങ്കിലും ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അധികാരവും കൊടുത്തു എന്നുള്ളതാണ്. സോ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ദാറ്റ് ഈസ് ദ സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് ഞാൻ പറയുകയാണ്. ഏതാണ്ട് 13ഓളം സേലിയൻ ഫീച്ചേഴ്സ് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ഈ കണ്ടന്റിൽ എനിക്ക് തോന്നുന്നത് അറൗണ്ട് 13 ഫീച്ചേഴ്സാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ 1 ഈസ് ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് അതർ വൺ, ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് ഓഫ് ഓൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ഏറ്റവും ദൈർഘ്യമേറിയതും അതുപോലെ തന്നെ എഴുതപ്പെട്ടതുമായ ഭരണഘടന. ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഹാസ് എ റിട്ടൺ ആൻഡ് എനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. എഴുതപ്പെട്ടതാണ്, അതുപോലെ തന്നെ വെറുതെ എഴുതിയതല്ല, അതിനുവേണ്ടി തന്നെ ഒരു അസംബ്ലി ഉണ്ടാക്കി. ആ അസംബ്ലിയിൽ വളരെ തുടരെയുള്ള ഡെലിബറേഷൻസിൻ്റെ ഭാഗമായിട്ട് നടന്ന ഏതാണ്ട് 2-2.5 വർഷത്തോളം ദീർഘമായ ഒരു ചർച്ചയുടെയും സംവാദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ളവർ പങ്കെടുത്ത ഒരു അസംബ്ലിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിർമ്മാണത്തിന് കാരണമായത്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് സെഡ് ഇറ്റ് ഈസ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ആൻ എനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷന് 395 ആർട്ടിക്കിളുകളും 22 ചാപ്റ്റർ ഓർ പാർട്ടുകളുമാണ് ഉള്ളത്. അപ്പം നമ്മുടെ ഭരണഘടനയെ സാധാരണ എല്ലാ ഭരണഘടനയും പറയുന്നത് ആർട്ടിക്കിൾ വൈസാണ് അല്ലെങ്കിൽ ഖണ്ഡിക വൈസാണ്. അപ്പം ഖണ്ഡിക വൈസായിട്ടും ഖണ്ഡികയിലെ പിന്നെ ഉപഖണ്ഡികകൾ എന്ന് പറയുന്ന ക്ലോസസ് എന്ന് പറയും. CLAUSES ക്ലോസസ് എന്നും പറയും. കൂടാതെ ഷെഡ്യൂൾസും ഉണ്ടാകും. അപ്പോൾ ഈ ഇത്രയും ഷെഡ്യൂൾസും അതുപോലെ തന്നെ 22 പാർട്സ്, 395 ആർട്ടിക്കിൾസ് ആൻഡ് 10 ഷെഡ്യൂൾസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ there are more than 10 ഷെഡ്യൂൾസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കണ്ടന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കാലം കഴിഞ്ഞപ്പോൾ in the later period several amendments were made in the constitution, thereby articles and also certain clauses, certain schedules were attached to the constitution. However, original constitution നമ്മളിത് മാത്രമേ നിങ്ങൾ നോട്ട് ചെയ്യാവൂ. 395 articles and 22 parts and 10 schedules. Then provisions were either added or deleted. ഭരണഘടനാ ഭേദഗതിയിലൂടെ കുറേ ചേർത്തു, കുറേ മാറ്റി. So even after these amendments, Indian constitution remains as the largest of the constitutions in the world, and also it is the largest of the written constitutions in the world. So that's the first feature of Indian constitution. രണ്ടാമത്തത് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇത് അതിൻ്റെ ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആമുഖത്തിലാണ്. സോ വി വിൽ സ്റ്റഡി ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദ പ്രിയാമ്പിൾ ഓർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ഭരണഘടനയുടെ ഒരു ആമുഖമായിട്ട് നമ്മൾ പറയുമ്പോൾ ആ ആമുഖത്തിന് നമ്മൾ വിളിക്കുന്ന പേര് പ്രിയാമ്പിൾ എന്നാണ്. ആ പ്രിയാമ്പിളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർസ് ദാറ്റ് ഇന്ത്യ ടു ബി സോവറിൻ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. 3 കാര്യങ്ങളാണ് അതിൽ വ്യക്തമായി നമ്മൾ പറയുന്നത്.
സോ വിത്ത് ദ ടെർമിനേഷൻ ഓഫ് ഡൊമിനിയൻ സ്റ്റാറ്റസ്, ബ്രിട്ടീഷുകാരിൽ നിന്ന് ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന പദവി നമുക്ക് ഇല്ലാതായപ്പോൾ, അവർ കോളനി ആക്കി വെച്ചിരുന്നപ്പോൾ നമ്മളെ ഡൊമിനിയൻ സ്റ്റേറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. ഡൊമിനിയൻ സ്റ്റാറ്റസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. അവരത് വിട്ടുപോയ ഉടനെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ച ഉടനെ നമുക്ക് എന്ത് കിട്ടി? സോവറിനിറ്റി കിട്ടി. സോവറിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളതാണ്. അത് നമ്മൾ പഠിച്ചു. സ്റ്റേറ്റ് പഠിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് പറഞ്ഞിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റ്, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ് ബിക്കെയിം ആൻ ഇൻഡിപെൻഡൻറ്റ് സോവറിൻ സ്റ്റേറ്റ്. അതുപോലെ ഇന്ത്യ ഈസ് ടോട്ടലി ഡെമോക്രാറ്റിക് ബിക്കോസ് ഓൾ ദ പൊസിഷൻസ്, പൊളിറ്റിക്കൽ പൊസിഷൻസ് ഇൻ ഇന്ത്യ ആർ ചോസൺ ഓൺ ദ ബേസിസ് ഓഫ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. പ്രായപൂർത്തി വോട്ടവകാശമുള്ളവരുടെ വോട്ടിലൂടെയാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുത്ത് നമ്മുടെ പ്രതിനിധികളായിട്ടുള്ളവരാണ് നമ്മളെ ഭരിക്കുന്നത്. അതുപോലെ വി ആഡഡ് ദ വേർഡ് റിപ്പബ്ലിക് ബിക്കോസ് അവർ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് എലക്റ്റഡ്. നമ്മുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലക്റ്റഡ് വ്യക്തിയാണ്. നേരിട്ടുള്ള ഇലക്ഷൻ അല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ് അദ്ദേഹം വരുന്നതെങ്കിലും അദ്ദേഹം ഒരു എലക്റ്റഡ് പ്രതിനിധി ആയതുകൊണ്ട് ആണ് നമ്മൾ അതിനെ റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കേണ്ടത് മൊണാർക്കി എന്നാണ്. ഉദാഹരണത്തിന് ബ്രിട്ടീഷ് സ്റ്റേറ്റിനെ അവർ വിളിക്കുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റേറ്റിനെ നമ്മൾ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്നാണ്. മൊണാർക്കി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എലക്റ്റഡ് അല്ല. അവർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവരുടെ കുടുംബ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും മാറി മാറി വരുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ഒരു മൊണാർക്കിക് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് വിളിക്കുന്നത്. പക്ഷെ നമ്മുടേത് ഒരു റിപ്പബ്ലിക്കാണ്. ഇറ്റ് ഈസ് സോ ബിക്കോസ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ദാറ്റ് ദ പ്രസിഡന്റ് ഈസ് elected. So that is the second salient feature of Indian Constitution, sovereign, democratic, republic. മൂന്നാമത്തത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. ഒരേ സമയം നമ്മൾ നേരത്തെ പറഞ്ഞു പല കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയുടെ ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും റിജിഡ് ആയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിനെ ഭേദഗതി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സാണ്. അതേസമയം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും ഫ്ലെക്സിബിളാണ്. വളരെ പെട്ടെന്ന് തന്നെ അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു ഓർഡിനറി ലോയിലൂടെ അവരുടെ പാർലമെൻറ്റിൽ കൊണ്ടുവരുന്ന ഒരു സാധാരണ നിയമത്തിലൂടെ തന്നെ അവർക്ക് ഒരു ഭരണഘടനയെ ഭേദഗതി ചെയ്യാം. അത് എന്തുകൊണ്ടാണെന്ന് കാര്യം എന്ന് ചോദിച്ചാൽ അത് എഴുതപ്പെട്ട ഭരണഘടനയല്ല. കുറേ കൺവെൻഷൻസും അതുപോലെ തന്നെ കസ്റ്റംസും ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു അലിഖിത ഭരണഘടനയാണ് ബ്രിട്ടൻ്റെ എന്നുള്ളത് കൊണ്ട് അതിനെ ഈസി ആയിട്ട് അവർ കമൻറ്റ് ചെയ്യാം. പക്ഷെ നമ്മുടേതൊരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കുമ്പോൾ തന്നെ ഈ രണ്ട് പ്രൊവിഷൻസ് അതിനകത്തുണ്ട്. സോ ബിക്കോസ് സം ഓഫ് ദ പ്രൊവിഷൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡഡ് ബൈ ആൻ ഓർഡിനറി ഓർ എ സിമ്പിൾ മെജോറിറ്റി. സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഭൂരിപക്ഷത്തിൽ തന്നെ സഭയിലിരിക്കുന്നവരിൽ സാധാരണ ഭൂരിപക്ഷത്തിലുള്ള ആൾക്കാർക്ക് തന്നെ ചില ഭാഗങ്ങൾ ഈസി ആയിട്ട് അമെൻഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു സ്റ്റേറ്റിൻ്റെ പേര് മാറ്റുന്നത്, സ്റ്റേറ്റിൻ്റെ അതിർത്തി മാറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ അവർക്ക് ഭേദഗതി ചെയ്യാം. അതേസമയം കുറച്ചുകൂടി ടഫായിട്ടുള്ള കാര്യങ്ങൾ എത്തുമ്പോൾ അത് നമ്മുടെ സെൻട്രൽ ലിസ്റ്റിലുണ്ട്. ആ ലിസ്റ്റിലുള്ള ചില പ്രൊവിഷൻസ് അമെൻഡ് ചെയ്യുന്നതിനായിട്ട് സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമുണ്ട്. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എ മെജോറിറ്റി ഓഫ് ലെസ് ദാൻ 2/3 ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ഈച്ച് ഹൗസ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. അതാണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. അതായത് സാധാരണ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ മൊത്തം അംഗങ്ങളുടെ പകുതിയിൽ കൂടുതൽ പേര് അംഗീകരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ മെജോറിറ്റി കുറച്ചുകൂടെ കടുകട്ടിയാണ്. അതായത് അത് ഭരണപക്ഷം വിചാരിച്ചാൽ ഈസി ആയിട്ട് പാസ്സാക്കി എടുക്കാൻ പറ്റും. പക്ഷേ രണ്ടാമത്തെ 2/3 മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന അംഗങ്ങളിൽ 2/3 പേരുടെ ഭൂരിപക്ഷം ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടെ ടഫായിട്ടുള്ള ഒരു പ്രൊവിഷനാണ് അത്. അതിനെ നമ്മൾ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നു. ആൻഡ് ഓൾസോ മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ മെജോറിറ്റി കൂടാതെ അതിന് മൊത്തം സ്റ്റേറ്റുകളിൽ പകുതി സ്റ്റേറ്റുകളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പാസ്സാക്കിയിരിക്കണം എന്നും കൂടെ ഉണ്ട് ചില പ്രൊവിഷൻസ്. ഉദാഹരണത്തിന് നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷനൊക്കെ GST അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാസ്സായത് ആഫ്റ്റർ ദ പാസേജ് ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. എന്നാൽ മാത്രമേ അത് പാസ്സാവൂ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് അറ്റ് ദ സെയിം ടൈം റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. ചില കാര്യങ്ങൾ റിജിഡാണ്, ചില കാര്യങ്ങൾ ഫ്ലെക്സിബിൾ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ദെൻ അടുത്തത് വെരി ഫ്യൂ പ്രൊവിഷൻസ് ഓഫ് ദ പ്രൊവിഷൻസ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ കൂടി കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പാസ്സാക്കാൻ പറ്റൂ. സോ ദ ഫോർത്ത് വൺ ദാറ്റ് ഈസ് ക്യാബിനറ്റ് സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. നമ്മളിത് ഫസ്റ്റ് സെമസ്റ്റർ പറഞ്ഞപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ക്യാബിനറ്റ് സിസ്റ്റം ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ
Indian Constitution established a cabinet system of government both at the center and in the states. സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളിലും നമ്മൾ തുടരുന്നത് അല്ലെങ്കിൽ പിന്തുടരുന്നത് ക്യാബിനറ്റ് സിസ്റ്റമാണ്. അവിടെ ഗവൺമെൻറ് ഷുഡ് ബി ഓൾവേസ് റെസ്പോൺസിബിൾ ടു റെസ്പെക്റ്റീവ് പോപ്പുലർ ചേംബേഴ്സ് ഓഫ് ലെജിസ്ലേച്ചർ. അതായത് തിരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിമാർക്ക് നിർബന്ധമായും അവിടുത്തെ ലെജിസ്ലേച്ചറിലെ അംഗങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടാകണം. അതുപോലെ തന്നെ അറ്റ് ദ സെൻറ്റർ ദ ക്യാബിനറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ പ്രൈം മിനിസ്റ്റർ. നമ്മളതിനെ ക്യാബിനറ്റ് എന്നാണ് വിളിക്കുന്നത്. മിനിസ്റ്റേഴ്സ് മൂന്ന് രീതിയിലുണ്ട്. അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ് ക്യാബിനറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാരടങ്ങിയ ഒരു ചെറിയ ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്യാബിനറ്റ് എന്ന് വിളിക്കുന്നത്. അതിന് താഴെ സഹമന്ത്രിമാരും ഉപമന്ത്രിമാരും അടങ്ങിയ വേറെ ഗ്രൂപ്പുകളുമുണ്ട്. ഇതിനെ എല്ലാത്തിനെയും കൂടെ ചേർത്താണ് നമ്മൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്യാബിനറ്റിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാർ മാത്രമേ, അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് അധികാരം റിയലായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അതൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു, റിയൽ ആൻഡ് നോമിനൽ എന്നുള്ളത്. അപ്പോൾ റിയൽ ആയിട്ടുള്ള അധികാരം കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആൻഡ് ക്യാബിനറ്റ്, പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നമ്മൾ പൊതുവെ പറയുന്നത്. സോ ക്യാബിനറ്റ് ഈസ് ദ പോളിസി ഫോർമുലേറ്റിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ബോഡി ഓഫ് ദ ഗവൺമെൻറ്. നിയമനിർമ്മാണ സഭയിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളെ നടപ്പിലാക്കുന്നത് ഈ പറയുന്ന ക്യാബിനറ്റാണ്. ദാറ്റ് ഇസ് വൈ വി സേ ഇന്ത്യൻ സിസ്റ്റം ഈസ് എ ക്യാബിനറ്റ് സിസ്റ്റം. അടുത്ത ഫിഫ്ത്ത്, സെക്യുലർ സ്റ്റേറ്റ്. ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഒരു ടേം നമ്മൾ എഴുതി ചേർക്കുന്നത് പിന്നീടാണ്. കാരണം ആദ്യത്തെ ഭരണഘടനയിൽ നമ്മൾ സെക്യുലർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നില്ല. നമ്മൾ പറയാം മതേതര രാജ്യം, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എന്നുള്ളത് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം നമ്മളത് പിന്നീട് ചേർക്കുന്നത് 1972 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മുടെ പ്രിയാമ്പിളിൽ നമ്മൾ സെക്യുലർ എന്ന് കൂടി എഴുതി ചേർക്കുന്നത്. അതുവഴി ഇൻ ഇന്ത്യ ദർ ഇസ് നോ ഒഫീഷ്യൽ ഓർ സ്റ്റേറ്റ് റിലിജിയൻ. നമുക്കൊരു ഒഫീഷ്യൽ റിലിജിയൻ ഇല്ല. ഇപ്പോൾ പാകിസ്ഥാൻ ആണെങ്കിൽ ദേ ഹാവ് എൻ ഒഫീഷ്യൽ റിലിജിയൻ ദാറ്റ് ഈസ് ഇസ്ലാം. പക്ഷേ ഇന്ത്യയിൽ ദർ ഇസ് നോ സച്ച് ഒഫീഷ്യൽ റിലിജിയൻ. എല്ലാ മതങ്ങൾക്കും ഒരേ സ്ഥാനമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ട്രീറ്റ്സ് ഓൾ ദ സിറ്റിസൺസ് അലൈക്ക് ആൻഡ് ഗീവ് ദം ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. പ്രത്യേകം ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റൈറ്റ് ടു റിലീജിയൻ എന്നുള്ള ഒരു റൈറ്റ് ഉണ്ട്. അത് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറയുമ്പോൾ പറയാം. ആ ആ റൈറ്റ് നമുക്ക് തരുന്നതിലൂടെ എല്ലാവർക്കും ഒരേ സമയം അവരവരുടെ മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അവകാശവും കൊടുത്തിട്ടുണ്ട്. So Indian Constitution guarantees freedom of religion to all person irrespective of any discrimination. ഒരു തരത്തിലുള്ള വിവേചനവും കൂടാതെ എല്ലാവരെയും ഒരേപോലെയാണ് റൈറ്റ് ടു റിലിജിയൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് വൈ വി സേ ഇന്ത്യ ഈസ് എ സെക്യുലർ സ്റ്റേറ്റ്, മതേതര രാഷ്ട്രം. ആറാമത്തത് എ ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ്. അത് നമ്മൾ പറഞ്ഞു, ദർ ഇസ് എ ബ്ലെൻഡ് ഓഫ് യൂണിറ്ററി ആൻഡ് ഫെഡറൽ കോൺസെപ്റ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ സാധാരണ ഒരു രാഷ്ട്രം, ഇപ്പോൾ ഫെഡറൽ രാജ്യമാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ട്രൂ ഫെഡറൽ സ്റ്റേറ്റ്. ഫെഡറൽ സ്റ്റേറ്റിൻ്റെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് USA എന്ന് പറയുന്നത്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റുകൾക്ക് വളരെയധികം അധികാരമുണ്ടെന്നാണ്, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ പവർ. അതേസമയം സ്റ്റേറ്റുകൾ കൊടുക്കുന്ന അധികാരം കൊണ്ട് മാത്രമാണ് അവിടുത്തെ സെൻട്രൽ ഗവൺമെൻറ് അധികാരം കിട്ടുന്നതെന്ന് അവർ പറയുന്നുണ്ട്. അതിനെ ഫെഡറൽ ഗവൺമെൻറ് എന്നാണ് അവർ സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത്. അതേസമയം ഇന്ത്യയിൽ അങ്ങനല്ല. ഇന്ത്യയിൽ നേരെ തിരിച്ചാണ്. കാരണം ഫോർമേഷൻ്റെ സമയത്ത്, നമ്മുടെ ഇന്ത്യൻ യൂണിയൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മുടെ അയൺ മാൻ എന്ന് പറയുന്ന സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു നമ്മുടെ യൂണിഫിക്കേഷന് വേണ്ടി ശ്രമിച്ചത്. പല സ്റ്റേറ്റുകളും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇവരെയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് പല ഓഫറുകളും മുന്നോട്ട് വെച്ചു, ചില ബാർഗെയിൻസ് വേണ്ടി വന്നു. അങ്ങനെയൊക്കെയാണ് ഈവൻ നമ്മുടെ ട്രാവൻകൂർ സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളൊന്ന് ചേരാൻ വിസമ്മതിച്ച രാജ്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളെയും പ്രോവിൻസുകളെയും ഇന്ത്യൻ യൂണിയനോട് ചേർത്തപ്പോൾ അന്ന് നമുക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ യൂണിയൻ വിട്ട് പോകാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിയത്. ദാറ്റ് ഈസ് യൂണിയന് കൂടുതൽ അധികാരം കൊടുത്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 3 ലിസ്റ്റുകളുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ഗവൺമെൻറ്റിന് കൈകാര്യം ചെയ്യാവുന്ന ലിസ്റ്റ്. 97 സബ്ജക്റ്റുകളുള്ള വലിയ ലിസ്റ്റാണ് യൂണിയൻ കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റിന് അതിൽ താഴെ മാത്രമേ ഉള്ളൂ, അറൗണ്ട് 44
66, ഐ ഡോണ്ട് കറക്റ്റ്ലി റിമെമ്പർ. എങ്ങനെയായാലും സെൻട്രൽ യൂണിയൻ ലിസ്റ്റിനെ അപേക്ഷിച്ച് കുറച്ച് അധികാരങ്ങൾ മാത്രമേ സ്റ്റേറ്റിന് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ തന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റിന് കൊടുത്തിട്ടുള്ള അധികാരങ്ങൾ എപ്പോൾ വേണമെങ്കിലും സെൻട്രലിനടുത്ത് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. ഈ അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് അധികാരം കൂടുതൽ കൊടുത്തുകൊണ്ടുള്ള, അതായത് എ ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ് എന്നാണ് നമ്മൾ ഈ ഒരു സംഭവത്തിനെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞത്. ദർ ഇസ് ഓൾസോ എ പ്രൊവിഷൻ ഫോർ സുപ്രീം കോർട്ട്. ഇപ്പോൾ ഫെഡറലിസം ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ജുഡീഷ്യറി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഫെഡറലിസത്തിൽ ഉണ്ടാകാവുന്ന സംസ്ഥാനാന്തര തർക്കങ്ങളും അതുപോലെ തന്നെ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള തർക്കങ്ങളും പരിഹരിക്കാൻ വേണ്ടി ഒരു ഇൻഡിപെൻഡൻറ്റ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി വേണം. അതുകൊണ്ട് തന്നെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ സംവിധാനവും നമുക്കുണ്ട്. അതായത് സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതികളും താഴെ ജുഡീഷ്യൽ ജില്ലാ കോടതികളും അടക്കമുള്ള ഒരു വലിയ നെറ്റ്വർക്ക് ഓഫ് ജുഡീഷ്യറി നമുക്കുണ്ട്. അപ്പോൾ ആ സംവിധാനത്തിലൂടെ ഫെഡറലിസത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ മൂന്നാമത്, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ റിട്ടൺ ആൻഡ് ഓൾമോസ്റ്റ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന എഴുതപ്പെട്ടതാണ്. ഈ പറയുന്ന 3 റിക്വയർമെൻറ്റ്സ് ആണ് ഒരു ഫെഡറലിസത്തിന് ആവശ്യം. അതായത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി ആൻഡ് ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് യൂണിറ്റ്സ്. ഈ കാര്യങ്ങൾ 3ഉം കൃത്യമായി ഫുൾഫിൽ ചെയ്തതുകൊണ്ടാണ് ഇന്ത്യയെ ഒരു ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഫെഡറലിസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് താരതമ്യേന അധികാരം കുറച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരുകൾക്ക് അധികാരം കൂട്ടിയത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹെഡിങ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ്. ആൻഡ് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഗവൺമെൻറ്റൽ പവേഴ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ 3 ലിസ്റ്റ്. ഞാൻ എല്ലാം പറഞ്ഞിരുന്നു. ഈവൻ ഇൻ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു കൺകറന്റ് ലിസ്റ്റ് ദ യൂണിയൻ ഗവൺമെൻറ് ഹാസ് ദ ഫൈനൽ സേ. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ 2 പേർക്കും ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ 2 പേർക്ക് നിയമനിർമ്മാണം നടത്താവുന്ന സബ്ജക്റ്റുകളാണ് കൺകറന്റ് ലിസ്റ്റിലുള്ളത്, യൂണിയനും സ്റ്റേറ്റും കഴിഞ്ഞാൽ. പക്ഷേ കൺകറന്റ് ലിസ്റ്റിൽ പോലും ഫൈനൽ സേ എന്ന് പറയുന്നത് കേന്ദ്രത്തിനാണ്. ആൻഡ് ഓൾസോ അവിശിഷ്ടാധികാരങ്ങൾ, ഈ 3 ലിസ്റ്റിലും വരാത്ത അധികാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും സെൻറ്ററിനാണ്. അതിനെ പറയുന്നത് റെസിജ്വറി പവേഴ്സ് ആണ്. അപ്പോൾ ഈ റെസിജ്വറി പവേഴ്സ് ആർ ഓൾസോ ഹാൻഡിൽഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ആ അർത്ഥത്തിലെല്ലാം പറയുന്നതാണ് ഫെഡറലിസം വിത്ത് എ സ്ട്രോങ് സെൻറ്റർ എന്ന് നമ്മൾ ഇന്ത്യയെ വിളിക്കുന്നത്. അതുകൊണ്ടാണ്. സോ ബിസൈഡ്സ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, ദാറ്റ് ഇസ് എ ഗവർണർ ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ആൻഡ് ഹി വർക്ക്സ് ആസ് എൻ ഏജന്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്. ആൻഡ് അറ്റ് എനി ടൈം ദ സെൻറ്റർ ക്യാൻ ഡിക്ലെയർ എമർജൻസി ഇൻ ദ സ്റ്റേറ്റ്സ്. ആർട്ടിക്കിൾ 356 വെച്ച് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അധികാരം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന് തിരിച്ചെടുക്കാം. കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് പ്രസിഡന്റാണ് അത് കൈകാര്യം ചെയ്യുന്നത്. പ്രസിഡൻഷ്യൽ ഭരണം എന്നാണ് സാധാരണ അതിന് പറയാറുള്ളത്. അതുകൊണ്ട് 356 ഉപയോഗിച്ച് ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭരണഘടനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുകയോ അല്ലെങ്കിൽ അനിയന്ത്രിതമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഗവർണർ റിപ്പോർട്ട് ചെയ്താൽ ആ ഭരണത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരവും കേന്ദ്ര സർക്കാരിനുണ്ട്. ഈ പറയുന്ന കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ഇന്ത്യ ഈസ് എ ഫെഡറലിസം വിത്ത് എ സ്ട്രോങ് സെൻറ്റർ. ദെൻ 7th, universal franchise. Article 326 ensures adoption of universal suffrage. അപ്പോൾ യഥാർത്ഥത്തിൽ ആ സമയത്ത് ഗ്രേറ്റ് ബ്രിട്ടനിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സും അമേരിക്കയിലും പോലും സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് തന്നെ നമ്മൾ സ്ത്രീകൾക്കും കൂടി വോട്ടവകാശം കൊടുത്തു. സ്ത്രീകൾക്കെന്നല്ല, മുഴുവൻ പേർക്കും വോട്ടവകാശം കൊടുക്കുന്ന ഒരു സമ്പ്രദായം അന്ന് നമ്മൾ നിലവിൽ കൊണ്ടുവന്നു. ആൻഡ് ഇറ്റ് എനേബിൾസ് എനി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു കാസ്റ്റ് ഹിസ് വോട്ട്സ് വിത്തൗട്ട് കൺസിഡറിങ് എനി കാസ്റ്റ്, കളർ, സെക്സ്, ക്വാളിഫിക്കേഷൻ ഓർ പ്രോപ്പർട്ടി ഓർ ദ ലൈക്ക്. 18 വയസ്സ് പൂർത്തി, ആദ്യം 21 ആയിരുന്നു, പിന്നീട് അത് 18 വയസ്സാക്കി. അപ്പോൾ 18 വയസ്സ് പൂർത്തിയാക്കിയ എല്ലാവർക്കും തന്നെ യാതൊരു തരത്തിലുള്ള വിവേചനവും കൂടാതെ വോട്ട് അവകാശം രേഖപ്പെടുത്താമെന്നുള്ളതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ആൻഡ് അനദർ ക്രെഡിറ്റബിൾ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ അബോളിഷൻ ഓഫ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ. നമ്മൾ അന്ന്, അതായത് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു. അതായത് വോട്ട് ചെയ്യാവുന്നവരും അതുപോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലായി മാറുന്നതിനെയാണ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ റിസർവേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ SC/STസിന് മാത്രമായിട്ട് റിസർവേഷൻ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ആ പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസീസിൽ അവർക്ക് മാത്രമേ നിൽക്കാൻ പറ്റൂ. പക്ഷേ വോട്ട് ചെയ്യുന്നത് എല്ലാവരും. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുത്തു എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം. തന്നെ അടുത്ത 8th, കോംപ്രമൈസ് ബിറ്റ്വീൻ ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് പാർലമെൻ്ററി സുപ്പീരിയോറിറ്റി. അത് നമ്മളിതിനെ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ മിക്കവാറും രാജ്യങ്ങളിൽ ഈ ഒരു പ്രശ്നമുണ്ട്. അതായത് അവിടുത്തെ കോടതിക്കാണോ അതോ നിയമസഭയ്ക്കാണോ അധികാരം കൂടുതൽ എന്നുള്ളത് ഒരു വലിയ വിഷയമാകാറുണ്ട്. US
US-ൻ്റെ കാര്യമാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ US-ലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കോടതിക്കാണ് കൂടുതൽ അധികാരം, അവിടുത്തെ കോൺഗ്രസ്സിന് അധികാരം കുറവാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്, സെനറ്റും വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെ ഈസി ആയിട്ട് if it is unconstitutional or against the constitutional principles, they can easily nullify the judges of the court. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മധ്യത്താണ് നിൽക്കുന്നത്. ദാറ്റ് ഈസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഡോസ് ജുഡീഷ്യറി വിത്ത് ദ പവർ ഓഫ് ഡിക്ലെയറിംഗ് എനി ലോ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഇഫ് ഇറ്റ് ഈസ് ബിയോണ്ട് ദ കോമ്പിറ്റൻസ് ഓഫ് ദ ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചറിൻ്റെ അധികാരപരിധിക്ക് അപ്പുറത്തേക്കാണെന്ന് തോന്നിയാൽ അതിനെ നള്ളിഫൈ ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് കോൺട്രാവെൻഷൻ ടു ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെതിരാണെന്ന് തോന്നിയാലും ചെയ്യാൻ പറ്റും. So, major protection of the Constitution is liable to be amended. Major portions of the Constitution is liable to be amended only by the Parliament by special majority. പല ഭാഗങ്ങളും സ്പെഷ്യൽ മെജോറിറ്റിയിലൂടെ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഭരണഘടനയ്ക്ക് പറ്റൂ. ആൻഡ് ദ ജുഡീഷ്യറി പ്രൂവ്സ് ടു ഒബ്സ്ട്രക്റ്റീവ്. പല കാര്യങ്ങളെയും ചോദ്യം ചെയ്യുവാനായിട്ട് നമ്മുടെ ജുഡീഷ്യറിക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി ദ ഫാക്ട് റിമെയിൻസ് ദാറ്റ് ദ ലെജിസ്ലേച്ചർ മസ്റ്റ് ബി സുപ്രീം ആൻഡ് ദ ജുഡീഷ്യറി മസ്റ്റ് നോട്ട് ബി ഇന്റർഫിയർഡ് വിത്ത് സച്ച് മാറ്റേഴ്സ് ആസ് സോഷ്യൽ റിഫോംസ്. അപ്പോൾ അന്ന് ഈ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഈ വിഷയം ഉണ്ടാകുന്നത്. അന്ന് അവർ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന നമുക്കുണ്ടായിരുന്ന ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു സ്വത്തവകാശം. ആ സ്വത്തവകാശത്തെ അവർ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ഡിലീറ്റ് ചെയ്തതിനെ ചോദ്യം ചെയ്ത് ധാരാളം കേസുകൾ ചെന്നപ്പോഴാണ് ഈ കോടതിയും ഭരണകൂടവുമായിട്ടൊരു വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ആ കോൺഫ്ലിക്റ്റിനെ പരിഹരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവസാനം കോടതി പറഞ്ഞു നിർത്തിയത്, നിങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ അമെൻഡ് ചെയ്തോളൂ, പക്ഷേ ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് നോട്ട് ബി അമെൻഡ്. ഭരണഘടനയ്ക്ക് ഒരു അടിസ്ഥാന ഘടകമുണ്ട്. ആ അടിസ്ഥാന ഘടകത്തിൽ തൊടാൻ പാർലമെൻറ്റിന് അധികാരമില്ല. അടിസ്ഥാന ഘടകം എന്താണെന്ന് നിശ്ചയിക്കുന്നത് കോടതിയായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അന്ന് താൽക്കാലികമായിട്ടൊരു വിരാമം ഈ ജുഡീഷ്യറിയും പാർലമെൻറ്റും തമ്മിൽ ഉണ്ടാകുന്നത്, തർക്കത്തിനൊരു വിരാമം. അപ്പോൾ അന്ന് ഈ ഇന്ദിരാഗാന്ധി ഇത് കൊണ്ടുവരാനുള്ള കാരണം ഈ നാഷണൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും പലരുടെയും വസ്തുക്കളും പ്രോപ്പർട്ടീസും ഒക്കെ സ്റ്റേറ്റിന് നേരിട്ട് അക്വയർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ അക്വയർ ചെയ്യേണ്ടി വന്നപ്പോഴാണ് ഈ ഒരു തർക്കം ഉണ്ടാകുന്നത്. പക്ഷേ ആ തർക്കം പിന്നീട് പരിഹരിക്കപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ്. നമ്മുടെ പ്രോപ്പർട്ടി സ്റ്റേറ്റിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി അവർക്ക് എടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. ഒരു വില തന്ന് എടുക്കാം. അത് തീരുമാനിക്കുന്ന സ്റ്റേറ്റാണ്. പക്ഷെ അന്ന് അതില്ലായിരുന്നു ആദ്യം. കാരണം നമ്മുടെ സ്വത്ത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു ആദ്യം. സോ ഇറ്റ് വാസ് ഡിലീറ്റഡ് ആൻഡ് ലേറ്റർ ഓൺ ദ ജുഡീഷ്യറി ഓൾസോ എഗ്രീഡ് ടു ദിസ് പ്രൊവിഷൻ. ദെൻ നോ ഡബിൾ സിറ്റിസൺഷിപ്പ്. ഇന്ത്യയിൽ ഡബിൾ സിറ്റിസൺഷിപ്പ് ഇല്ല, മറിച്ച് ഒറ്റ സിറ്റിസണാണ്. നമ്മളെല്ലാവരും സിറ്റിസൺസ് ഓഫ് ഇന്ത്യയാണ്, നോട്ട് സിറ്റിസൺസ് ഓഫ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ്. അതേസമയം US-ൽ ഡബിൾ സിറ്റിസൺഷിപ്പ് ഉണ്ട്. അവിടെ ഫെഡറൽ സിറ്റിസണാണ്, അതുപോലെ തന്നെ അവർ ജീവിക്കുന്ന അതാത് സ്റ്റേറ്റിലെയും സിറ്റിസൺസാണ്. അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റിനൊക്കെ അവർക്ക് ആ ഒരു അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് അവർക്ക് ആവശ്യമാണ്. പക്ഷെ നമുക്കിവിടെ ഇല്ല. ഇവിടെ ഡബിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് പ്രാവർത്തികമല്ല. ഓൾ ഇന്ത്യൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദവർ ഡൊമിസിൽ എൻജോയ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. നമ്മളെല്ലാവരും ഒറ്റ പൗരത്വമുള്ളവരാണ്. ദെൻ ഇംപാർഷ്യൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. നമ്മുടെ ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആണ്, ഇംപാർഷ്യലുമാണ്. സോ ഡെമോക്രാറ്റിക് ഫ്രീഡം ഈസ് മീനിങ് ഫുൾ ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ഇംപാർഷ്യൽ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. യഥാർത്ഥത്തിലൊരു സ്വതന്ത്ര ജുഡീഷ്യറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കുള്ള അവകാശങ്ങളും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവുമൊക്കെ കിട്ടുകയുള്ളൂ. സോ ഇന്ത്യയിലെ ജുഡീഷ്യറി എന്ന് പറയുന്നത് നോട്ട് ആൻ ഏജൻറ്റ് ഓർ സബോർഡിനേറ്റ് ഓഫ് ദ ഗവൺമെൻറ്, മറിച്ച് പ്രസിഡൻ്റാണ് നിയമിക്കുന്നതെങ്കിലും അതിനുശേഷം പൂർണ്ണമായും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യൻ ജുഡീഷ്യറിക്കുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നീട് അവർക്ക് പുറത്തു പോകുന്നതിന് റിട്ടയർമെൻറ്റും അതുപോലെ തന്നെ അവരുടെ കാലാവധി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം അവർക്ക് പുറത്തു പോയാൽ മതി. 65 ഇയേഴ്സ് പൂർത്തിയാകുമ്പോൾ പോയാൽ മതി. അല്ലാതെ അതിന് മുമ്പ് അവരെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ വളരെ റിജിഡായിട്ടുള്ള ഒരു പ്രൊവിഷൻ പാർലമെൻറ്റിലെടുത്ത്, ദാറ്റ് ഈസ് ഇംപീച്ച്മെൻറ്റ് ഓഫ് ജഡ്ജസ് എന്ന് പറയും. അതിലൂടെ മാത്രമേ ഒരു ജഡ്ജിനെ പുറത്താക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ പൊസിഷനിലെത്തിക്കഴിഞ്ഞാൽ, അതുപോലെ അലവൻസസും മറ്റു കാര്യങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിരിക്കുന്നത് കണക്ക് പറയാതെ തന്നെയാണ്. അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് അവർ 100% സ്വതന്ത്രമായും നിഷ്പക്ഷമായും പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. സോ നെക്സ്റ്റ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. So the Constitution of India includes a separate chapter, that is part 3 in the Constitution, which guarantees fundamental rights to all citizens. എല്ലാവർക്കും
ഭരണഘടനാപരമായ അവകാശം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ബേസിക് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ദീസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിഷ്യബിൾ ആൻഡ് ഇൻവയലബിൾ. ആർക്കും അതിനെ അതിലംഘിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അത് ലംഘിച്ചാൽ നമുക്ക് ജസ്റ്റിഷ്യബിൾ ആണെന്ന് പറയുന്നത് വി ക്യാൻ അപ്രോച്ച് ദ കോർട്ട് ഫോർ ഇറ്റ്സ് എൻഫോഴ്സ്മെൻറ്റ്. അതുപോലെ ദേ ആർ ബൈൻഡിങ് ഓൺ ദ ലെജിസ്ലേച്ചർ ആസ് വെൽ ആസ് എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിനായാലും ലെജിസ്ലേച്ചറിനായാലും നമ്മുടെ ബേസിക് റൈറ്റ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനകത്ത് ഒരു കാരണവശാലും ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹാസ് ദ റൈറ്റ് ടു സീക്ക് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ജുഡീഷ്യറി ഇഫ് എനി ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ വയലേറ്റഡ്. നമ്മുടെ ഏതെങ്കിലും അവകാശങ്ങൾ ലംഘിച്ചാൽ നമുക്ക് കോടതിയോട് ചോദിക്കാൻ പറ്റും, കോടതിയിൽ അതിനു വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റും. സോ എനി പാർലമെൻ്ററി ആക്ട് ഓർ എക്സിക്യൂട്ടീവ് ഓർഡർ can be declared null and void by the Supreme Court or High Court if it violates the fundamental rights. സാധാരണ പൗരൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഹനിച്ചുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണമോ ഉത്തരവോ ലെജിസ്ലേച്ചറോ എക്സിക്യൂട്ടീവോ പുറത്തിറക്കിയാൽ അതിനെ നള്ളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാനുള്ള അധികാരവും ഗവൺമെൻറ്റിനുണ്ട്, ജുഡീഷ്യറിക്കുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഫുൾ പ്രൂഫാണ്, അല്ലെങ്കിൽ അതുവഴി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വലിയ പ്രിവിലേജാണ്. അപ്പോൾ ആ പ്രിവിലേജ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ സവിശേഷതയാണ്. നെക്സ്റ്റ് 12th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ പിന്നീടാണ് ഉൾപ്പെടുത്തുന്നത്. 1976 ആർട്ടിക്കിൾ 51A വഴി പാർട്ട് 4A എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ടാക്കിയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയായിരുന്നു ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ ഉൾപ്പെടുത്താനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ സമയം നിങ്ങൾക്ക് ഓർമ്മയാണ് 1976 എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ദ പീരീഡ് ഓഫ് എമർജൻസി. അപ്പോൾ ഇന്ദിരാഗാന്ധിയാണ് അതിനു വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വയ്ക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. ചിലയിടത്തൊക്കെ ഉണ്ടാവും, പക്ഷേ അന്ന് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നിയില്ല. കാരണം എല്ലാവരും ഒബ്ലൈഡ് ആണെന്നുള്ളൊരു തോന്നലായിരുന്നു. പക്ഷേ അത് പോരാ, വി ഷുഡ് ഹാവ് സർട്ടൺ മാൻഡേറ്ററി ഒബ്ലിഗേഷൻസ് എന്നുള്ള രീതിയിലാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എഴുതി ചേർന്നത്. സോ ഇറ്റ് ഇൻട്രൊഡ്യൂസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വിച്ച് കനോട്ട് ബി ജുഡീഷ്യലി എൻഫോഴ്സിബിൾ. ഈ പറയുന്ന ചുമതലകൾ നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷേ ഈ ചുമതലകൾ ലംഘിച്ചു എന്ന് വെച്ച് കോടതിക്ക് നമ്മളെ ശിക്ഷിക്കാനുള്ള അധികാരമൊന്നും അന്ന് കൊടുത്തില്ല. ദിസ് ഇൻകോർപ്പറേഷൻ വാസ് ആൻ അറ്റംപ്റ്റ് ടു ബാലൻസ് ഇൻഡിവിജ്വൽ ഫ്രീഡം വിത്ത് ഇൻഡിവിജ്വൽ ഡ്യൂട്ടീസ്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അവകാശങ്ങൾക്കനുസരിച്ച് നമുക്ക് ചുമതലകൾ ഉണ്ടാകണമെന്നുള്ള ഒരു അവബോധം നമ്മളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പറയുന്ന കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Then the 13th one, that is directive principles of state policy. ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും കൂടാതെ പാർട്ട് 4 നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് ഇതിനെ നമുക്ക് ദിസ് ഫീച്ചർ ഹാസ് ബീൻ ടേക്കൺ ഫ്രം ദ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. സോ ദ ഫിലോസഫി ബിഹൈൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇസ് ദാറ്റ് ദ സ്റ്റേറ്റ് ആൻഡ് ഏജൻസീസ് ആർ commanded to follow certain fundamental principles while they frame their policies. ഇത് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യാനന്തരം പുതുതായി വരുന്ന ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ പബ്ലിക് ഏജൻസീസും ജനങ്ങൾക്ക് വേണ്ടി ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ, ഒരു നയരൂപീകരണം നടത്തുമ്പോൾ ആ നയരൂപീകരണത്തിൽ നിർബന്ധമായും നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ആണ് ഈ പ്രിൻസിപ്പിൾസിനെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പ്രിൻസിപ്പിൾസിൻ്റെ ഒരു മഹത്വം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇതുവഴി ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു എക്കണോമിക് ഫ്രീഡം അല്ലെന്നുണ്ടെങ്കിൽ ഒരു എക്കണോമിക് റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉൾപ്പെടുത്തിയത്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന പോളിസീസ് പിന്നീട് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പഠിക്കും. ഈ പോളിസിയിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾസ് നമ്മൾ പ്രാവർത്തികമാക്കിയിരുന്നുവെങ്കിൽ അന്ന് തന്നെ ഇന്ത്യക്ക് ഒരു വെൽഫെയർ സ്റ്റേറ്റിലേക്ക് മാറാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിന് നമുക്ക് ഉണ്ടായിരുന്നൊരു വലിയ തടസ്സം എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടായിരുന്ന അന്നത്തെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആണ്. അതായത് സാമ്പത്തികമായി നമുക്കന്ന് പല കാര്യങ്ങളും പറ്റില്ല. ഉദാഹരണത്തിന് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള സൗജന്യ വിദ്യാഭ്യാസം ഒന്നും കൊടുക്കാൻ നമുക്കന്ന് പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലൊരു രീതിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റും. പക്ഷേ ഇതൊന്നും തന്നെ ജസ്റ്റിഷ്യബിൾ അല്ല. ഈ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റേറ്റുകൾക്കുള്ളൊരു ഡയറക്ഷൻ മാത്രമായിരുന്നു. അപ്പോൾ സ്റ്റേറ്റുകൾ അവരുടെ പോളിസി നിർമ്മിക്കുമ്പോൾ അവർക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നടപ്പിലാക്കുക എന്ന് മാത്രമേ പ്രൈമേഴ്സ് ഉദ്ദേശിച്ചുള്ളൂ. സോ ദെൻ ദേ ആർ ഡയറക്ഷൻസ് ടു ദ ഗവൺമെൻറ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. രണ്ട് വിഭാഗക്കാർക്കും, സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും, വൈൽ പോളിസി മേക്കിംഗ് ദേ വിൽ ഹാവ് ടു കൺസൾട്ട് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ദെൻ ദ പ്രിസെപ്റ്റ്സ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് ജസ്റ്റിഷ്യബിൾ. ഞാൻ പറഞ്ഞു,
ഒരു കാരണവശാലും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലംഘിച്ചു എന്ന് വെച്ച് നമുക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു റൈറ്റപ്പ് എന്ന് പറയുന്നത് ഇൻ ദ സെയിം പാറ്റേൺ ആസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിരിക്കുന്നത്. വ്യത്യാസം ഇതാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കോടതിയിൽ നിന്നും നേടിയെടുക്കാനാകില്ല. അതാണ് വ്യത്യാസം. സോ ദേ ആർ ഡിസൈൻഡ് ടു സെർവ് ആസ് എ ഗൈഡ് ഫോർ ദ യൂണിയൻ പാർലമെൻറ്റ് ആൻഡ് ദ സ്റ്റേറ്റ് assembles in framing new legislation. പുതിയ നിയമനിർമ്മാണം നടത്തുന്ന സമയത്ത് അവർക്ക് ഇതിനെ വിദഗ്ധമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഇതൊക്കെ നടപ്പിലാക്കിയായിരുന്നു. നമ്മൾ അതിലെത്തുമ്പോൾ പറയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുള്ള പല പ്രൊവിഷൻസും ഇതിനകം നടപ്പിലാക്കിയിട്ടുണ്ട്. സൗജന്യ വിദ്യാഭ്യാസമായാലും അതുപോലെ ഈക്വൽ റൈറ്റ്സ് ഫോർ ഈക്വൽ റൈറ്റ്സ് ഈക്വൽ പേ ഫോർ മെൻ ബോത്ത് മെൻ ആൻഡ് വിമൺ എന്നുള്ളതും ഒക്കെ നമ്മൾ ക്ഷേമകാര്യങ്ങൾ എന്നുള്ള രീതി നടപ്പാക്കാത്തതും ഉണ്ട്. അതിലേക്ക് വരാം. ദെൻ അൺഅമെൻഡബിൾ ബേസിക് ഫീച്ചേഴ്സ്. ഭരണഘടനയ്ക്ക് അമെൻഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മുടെ ഭരണഘടനയെ അമെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ അതേസമയം ചില ഭാഗങ്ങൾ അമെൻഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ബേസിക് സ്ട്രക്ചർ വിച്ച് കനോട്ട് ബി അമെൻഡഡ്. ചില ഭാഗങ്ങൾ ഇതിൽ ബേസിക് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അത് നമ്മുടെ കോടതിയാണ് തീരുമാനിക്കുന്നത് വിച്ച് വൺ ഈസ് ദ ബേസിക് സ്ട്രക്ചർ എന്ന്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഓൾമോസ്റ്റ് നമുക്കൊരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിനെ അമെൻഡ് ചെയ്യാൻ പറ്റില്ല. ഡെമോക്രസി, federal and republican character, secularism, judicial review, system of free and fair elections, etc. are some of the features which constitute the basic structure of the constitution. നമ്മുടെ ജനാധിപത്യ സംവിധാനം, ഫെഡറൽ സംവിധാനം, റിപ്പബ്ലിക്കൻ ക്യാരക്ടർ, സെക്യുലറിസം, ജുഡീഷ്യൽ റിവ്യൂ തുടങ്ങിയ കാര്യങ്ങളെ അമെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ നമ്മൾ ചിലപ്പോഴൊക്കെ അതിലംഘിക്കാറുണ്ട്, പക്ഷേ ആ ഭാഗം ഇപ്പോൾ അങ്ങനെ അമെൻമെൻറ്റിന് വിധേയമാക്കാറില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ദ സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഈ ഭാഗത്ത് പറയാനുള്ളത്. സോ ഫൈനലി ടു കൺക്ലൂഡ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് റിമാർക്കബിൾ ഫോർ മെനി ഔട്ട്സ്റ്റാൻഡിങ് ഫീച്ചേഴ്സ്. ഈ പറയുന്ന ഓരോ ഫീച്ചേഴ്സും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തുള്ള മറ്റ് ഭരണഘടനകളെ അപേക്ഷിച്ചുള്ള ഒരു വലിയ നേട്ടം അതിനെ നമുക്ക് പറയാൻ പറ്റും. ദീസ് ഫീച്ചേഴ്സ് വിൽ ഡിസ്റ്റിങ്ക്വിഷ് ഇറ്റ് ഫ്രം അതർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഫീച്ചേഴ്സ് വെച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് മറ്റ് ഭരണഘടനകളെ അപേക്ഷിച്ച് നമ്മുടെ ഭരണഘടന കുറച്ചുകൂടി ഉദാത്തമാണെന്ന് നമ്മൾ പറയുന്നത് അത് വെച്ചാണ്. സോ there were members of the Constituent Assembly who criticized the Constitution as a carbon copy of the Act of 1935. അത് പറഞ്ഞല്ലോ, ഭരണഘടനയിലെ കണ്ടന്റിൻ്റെ ഭൂരിഭാഗം എന്ന് പറയുന്നത് 1935 ആക്റ്റാണ് എന്ന് അതിനൊരു ക്രിറ്റിസിസം ഉണ്ട്. ഏതാണ്ടത് യാഥാർത്ഥ്യവുമാണ്. ആൻഡ് ആസ് എ പാരഡൈസ് ഓഫ് ലോയേഴ്സ്, ആസ് എ ബോറോയിങ് കോൺസ്റ്റിറ്റ്യൂഷൻ, ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഇതിനെ വിമർശിക്കാറുണ്ട്. 1935 ഇന്ത്യൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഫോട്ടോ കോപ്പിയാണെന്ന് പറയാറുണ്ട്. പാരഡൈസ് ഓഫ് ലോയേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ നിയമങ്ങളുടെ ഒരു പർദീസയാക്കി വെച്ചേക്കുന്നു. ആൻഡ് ഇറ്റ്സ് എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, പല രാജ്യങ്ങളിൽ നിന്ന് മോഷ്ടിച്ചാണെന്നോ അല്ലെങ്കിൽ കടമാങ്ങിയാണെന്നൊക്കെ പറയാറുണ്ട്. ഈവൻ ദെൻ വി മസ്റ്റ് സേ ദാറ്റ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ റെസ്പെക്റ്റബിൾ ഡോക്യുമെൻറ്റ്. ഇത്രയും വർഷമായിട്ടും ചലനങ്ങളില്ലാതെ തന്നെ നമ്മൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറയുന്നത്. സോ ബട്ട് ദ ഫാക്ട് ഇസ് ദാറ്റ് ഇറ്റ് സർവൈവ്സ് ഫോർ മോർ ദാൻ 60 years based on the apprehension of the critics. ഇത്രയും പേര് ഇതിനെ വിമർശിച്ചിട്ടും ഇന്ത്യൻ ഭരണഘടന മാറ്റങ്ങൾ, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്താതെ തന്നെ അത്യാവശ്യം ഭേദഗതികളിലൂടെ നിലനിർത്താൻ നമുക്കായിട്ടുണ്ട്. ഭരണഘടനയ്ക്ക് മാറ്റങ്ങൾ വേണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇടക്കാലത്തൊരു കമ്മീഷനെ നിയമിച്ചിരുന്നു. പക്ഷേ ആ കമ്മീഷൻ പോലും പറഞ്ഞത് ഇതിനെ ഒരു ഉടച്ചു വാർക്കലിൻ്റെ ആവശ്യമില്ല, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി റിമൈൻഡ് വിത്ത് ദ സെയിം സ്ട്രക്ചർ എന്നാണ് പറഞ്ഞത്. അത് പിന്നെ ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.